ആരംഭിക്കുന്നു. വുളുഇന്റെ സുന്നത്തുകൾ നിർവഹിക്കുന്നു എന്ന് കരുതുന്നു. തുടർന്ന് ഈ ദിക്റുകൾ ചൊല്ലണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ ത്വഹൂറാ. മുൻകൈ 3 പ്രാവശ്യം കഴുകുന്നു. പല്ലുതേക്കൽ വുളുഇന്റെ സുന്നത്താണ്. വായിൽ വെള്ളം കൊപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നത് ഇങ്ങനെയാണ്. തുടർന്ന് മുഖം കഴുകൽ ആരംഭിക്കുന്നു. അതിനോടനുബന്ധിച്ച് നിയ്യത്ത് ചെയ്യുന്നു. വുളൂഅ് എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. മുഖം കഴുകുന്നതിൻ്റെ തുടക്കത്തോട് ചേർന്നുകൊണ്ട് തന്നെ നിയ്യത്ത് ഉണ്ടാകേണ്ടതാണ്. നിയ്യത്ത് ചെയ്ത ഉടനെ മുഖം 3 പ്രാവശ്യം കഴുകുന്നു. വുളൂഅ് എടുക്കുന്നതിനിടയിൽ ഈ ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. തലമുടി മുളക്കുന്ന ഭാഗം മുതൽ താടിയെല്ലിൻ്റെ അറ്റം വരെ, ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെ, ഈ 4 അതിർത്തികൾക്കുള്ളിൽ ഉള്ള ഭാഗമാണ് മുഖം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ണിൻ്റെ ഉൾഭാഗം, തിങ്ങിയ താടിയുടെ ഉൾവശം എന്നിവ കഴുകൽ നിർബന്ധമില്ല. മുഖത്തിൽ ഉൾപ്പെട്ട ഭാഗങ്ങൾ കഴുകി എന്ന് ഉറപ്പുവരുത്താൻ അതിർത്തിയിൽ നിന്ന് അല്പം പുറത്തേക്ക് കൂടി കഴുകൽ വ്യാപിപ്പിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ മുഖം പൂർണ്ണമായി കഴുകി എന്ന് വുളു ചെയ്യുന്നവന് ഉറപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. അത് സൂക്ഷ്മതയുടെ ഭാഗമാണ്. താടിയുടെ ഉൾവശത്ത് ഇങ്ങനെ വെള്ളം എത്തിക്കാം. 2 കൈകൾ മുട്ട് ഉൾപ്പെടെ 3 പ്രാവശ്യം കഴുകുന്നു. ആദ്യം വലതു കൈ 3 പ്രാവശ്യം കഴുകണം. പിന്നീടാണ് ഇടതു കൈ കഴുകേണ്ടത്. മോതിരത്തിന്റെ താഴെ വെള്ളം എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഇങ്ങനെ ചെയ്യണം. മുഖത്തെ സംബന്ധിച്ച് നാം പരാമർശിച്ചതുപോലെ 2 കൈകൾ കഴുകി എന്ന് ഉറപ്പു വരുത്തുന്നതിന് കൈമുട്ടിൻ്റെ മുകളിലേക്ക് കൂടി കഴുകൽ വ്യാപിപ്പിക്കേണ്ടതാണ്. വുളുവിൻ്റെ അവയവങ്ങളിൽ വെള്ളം ഒലിച്ചിറങ്ങണം. തടകിയാൽ പോരാ എന്നർത്ഥം. തല 3 പ്രാവശ്യം തടവുന്നു. ചെവി 3 തവണ തടവുന്നു. 2 ചെവികളും ഒപ്പം തടവേണ്ടതാണ്. തള്ളവിരൽ കൊണ്ട് ചെവിയുടെ പുറവും ചൂണ്ടുവിരൽ കൊണ്ട് ഉൾവശവും ഇങ്ങനെ തടവണം. 2 കാലുകളും ഞെരിയാണി ഉൾപ്പെടെ 3 പ്രാവശ്യം കഴുകുന്നു. ആദ്യം വലതുകാൽ, പിന്നീട് ഇടതുകാൽ. കാൽ വിരലുകളുടെ ഇട, മടമ്പ് തുടങ്ങിയവ ശ്രദ്ധിച്ചു കഴുകേണ്ടതാണ്. കണങ്കാലിലേക്ക് അല്പം കയറ്റി കഴുകണം. വുളുഇന് ശേഷം ഇപ്രകാരം നിന്ന് ദുആ ചെയ്യണം. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. اللهم اجعلني من التوابين واجعلني من المتطهرين
واجعلني من عبادك الصالحين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. വുളുഇന്റെ ഫർളുകൾ: 1. നിയ്യത്ത് ചെയ്യൽ. 2. മുഖം കഴുകൽ. 3. 2 കൈ മുട്ട് ഉൾപ്പെടെ കഴുകൽ. 4. തല അല്പം തടവൽ. 5. കാൽ നിരയാണി ഉൾപ്പെടെ കഴുകൽ. 6. മേൽപ്പറഞ്ഞവ ക്രമത്തിൽ നിർവഹിക്കൽ. വുളുഇന്റെ ചില പ്രധാന സുന്നത്തുകൾ: ഖിബിലക്ക് മുന്നിടുക, തുടക്കത്തിൽ ബിസ്മിയും ദിക്റുകളും ചൊല്ലുക, മുൻകൈ കഴുകുക, പല്ലു തേക്കുക, വായിൽ വെള്ളം കൊപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, തല മുഴുവൻ തടവുക, ചെവി തടവുക, അവയവങ്ങൾ തേച്ചു കഴുകുക, കഴുകലും തടവലും 3 പ്രാവശ്യം ചെയ്യുക, അവസാനം ദുആ ചെയ്യുക. ഇത് സുന്നത്താണ്. നിസ്കരിക്കുമ്പോൾ എങ്ങോട്ടാണ് തിരിയേണ്ടത്? നിസ്കാരത്തിന് പ്രത്യേക ദിശയുണ്ട്. ഖിബില. ഫവല്ലു വുജൂഹക്കും ശത്റൽ മസ്ജിദിൽ ഹറാം. മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക്, കഅബയുടെ ദിശയിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നിൽക്കുക. നിസ്കരിക്കുമ്പോൾ തിരിയേണ്ടത് ഖിബിലയുടെ ഭാഗത്തേക്കാണ്. അത് നിസ്കാരത്തിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ്. ഖിബിലക്ക് അഭിമുഖമായി നിന്ന് ബാങ്കും ഇഖാമത്തും പതുക്കെ കൊടുക്കണം. ജമാഅത്ത് നിസ്കാരത്തിൽ ബാങ്കും ഇഖാമത്തും ഉച്ചത്തിൽ കൊടുക്കേണ്ടതാണ്. സ്ത്രീകൾക്ക് ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. اللهم صل على سيدنا محمد. اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. الله أكبر، الله أكبر، أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. هيا على الصلاة، هيا على الفلاح، قد قامت الصلاة، قد قامت الصلاة. الله أكبر، الله أكبر، لا إله إلا الله. ഹൃദയത്തിൽ അള്ളാഹുവിനെ ഓർത്ത് സുജൂദിന്റെ സ്ഥലത്ത് ദൃഷ്ടി കേന്ദ്രീകരിച്ച് നിയ്യത്ത് ചെയ്യുന്നു. ളുഹർ എന്ന ഫർള് നിസ്കാരം 4 റക്അത്തായി ഖിബിലക്ക് മുന്നിട്ടുകൊണ്ട് യഥാസമയത്ത് അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. أصلي فرض الظهر 4 ركعات متوجها إلى القبلة أداء لله تعالى. അസുർ എന്ന ഫർള് നിസ്കാരം 4 റക്അത്തായി ഖിബിലക്ക് മുന്നിട്ടുകൊണ്ട് അദാ ആയി അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. أصلي فرض العصر 4 ركعات متوجها إلى القبلة أداء لله تعالى. മഗ്രിബ് എന്ന ഫർള് നിസ്കാരം 3 റക്അത്തായി
കിബിലക്ക് മുന്നിട്ട് അദാ ആയി അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. أصلي فرض المغرب 3 ركعات متوجها إلى القبلة أداء لله تعالى. ഇഷാ എന്ന ഫർള് നിസ്കാരം 4 റക്അത്തായി കിബിലക്ക് മുന്നിട്ടുകൊണ്ട് അദാ ആയി അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. أصلي فرض العشاء 4 ركعات متوجها إلى القبلة أداء لله تعالى. സുബ്ഹ് എന്ന ഫർള് നിസ്കാരം 2 റക്അത്തായി കിബിലക്ക് മുന്നിട്ടുകൊണ്ട് അദാ ആയി അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. أصلي فرض الصبح 2 ركعتين متوجها إلى القبلة أداء لله تعالى. നിസ്കരിക്കുന്നവന്റെ മുൻഭാഗത്ത് 3 മുഴം അകലത്തിൽ മറയുണ്ടാവണം. തക്ബീറോടുകൂടി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു. അല്ലാഹു അക്ബർ. അള്ളാഹുവാണ് വലിയവൻ. കൈകൾ ഇങ്ങനെ ഉയർത്തി നെഞ്ചിനും പൊക്കിളിനും ഇടയിൽ വെച്ച് വലതു കൈകൊണ്ട് ഇടതു കൈയുടെ മണിബന്ധം പിടിക്കണം. തുടർന്ന് ദുആഉൽ ഇഫ്തിതാഹ് ഓതുന്നു. വാചകങ്ങൾ ഇങ്ങനെ ശ്രവിക്കാം. وجهت وجهي للذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا من المسلمين. സത്യവിശ്വാസിയും അനുസരണയുള്ളവനുമായി ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിലേക്ക് ഞാൻ മുഖം തിരിക്കുന്നു. ഞാൻ മുശ്രിക്കുകളിൽപ്പെട്ടവനല്ല. എൻ്റെ നിസ്കാരവും മറ്റ് ആരാധനകളും എൻ്റെ ജീവിതവും മരണവും ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അവന് യാതൊരു കൂട്ടുകാരനുമില്ല. അതുകൊണ്ട് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ മുസ്ലിംകളിൽപ്പെട്ടവനാണ്. ഫാത്തിഹ ഓതുന്നു. ഫാത്തിഹയ്ക്ക് മുമ്പ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലൽ സുന്നത്തുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. തുടർന്ന് ഒരു സൂറത്ത് ഓതേണ്ടതാണ്. സുബ്ഹ്, മഗ്രിബ്, ഇശാ എന്നീ നിസ്കാരങ്ങളിൽ ഇമാമും ഒറ്റക്ക് നിസ്കരിക്കുന്നവരും ഫാത്തിഹയും സൂറത്തും ഉച്ചത്തിൽ ഓതണം. ജുമുഅയിലും പെരുന്നാൾ നിസ്കാരങ്ങളിലും ഇമാം ഉച്ചത്തിലാണ് ഓതേണ്ടത്. വജ്ജഹ്തു, അഊദു എന്നിവയും തക്ബീറുകളും മഅ്മൂമും ഒറ്റക്ക് നിസ്കരിക്കുന്നവരും ഉച്ചത്തിൽ ഓതാൻ പാടില്ല. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കൂയിലേക്ക് പോകുന്നു. അല്ലാഹു അക്ബർ. പോകുമ്പോൾ കൈ ഉയർത്തേണ്ട വിധം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി. അത്യുന്നതനായ രക്ഷിതാവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അവനെ സ്തുതിക്കുന്നതോടൊപ്പം നട്ടെല്ലു വളയാതെ മുതുകും തലയും നേർരേഖയിൽ വരത്തക്കവണ്ണം 2 കൈകൾ കാൽമുട്ടിൽ ഊന്നി നിൽക്കുന്നു. കൈകളും കാലുകളും മടങ്ങാൻ പാടുള്ളതല്ല. സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു. അള്ളാഹുവിനെ സ്തുതിച്ചവർക്ക് അവൻ കേട്ടുത്തരം പറയട്ടെ. ഇപ്പോൾ നാം ഇഴ്ത്തിദാലിൽ പ്രവേശിച്ചിരിക്കുന്നു. കൈകൾ അനക്കാതെ
അല്പസമയം നിശ്ചലമായി നിൽക്കുക. ഇതാണ് ഇഴ്തിദാൽ. ربنا لك الحمد ملء السماوات وملء الأرض وملء ما شئت من شيء بعد. ഞങ്ങളുടെ രക്ഷിതാവേ, സർവസ്തുതിയും നിനക്കാണ്. ആകാശങ്ങൾ നിറയെയും ഭൂമി നിറയെയും ശേഷം നീ ഉദ്ദേശിച്ച വസ്തുക്കൾ മുഴുക്കയും. സുജൂദ് ചെയ്യുന്നു. സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കാൽമുട്ടുകൾ, പിന്നെ കൈകൾ, നെറ്റി എന്നീ ക്രമം പാലിച്ച് നിലത്ത് വെക്കേണ്ടതാണ്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി. സുജൂദിൽ പുരുഷന്മാർ കൈകൾ രണ്ട് വശങ്ങളിൽ നിന്നും അകറ്റിവെക്കണം. സ്ത്രീകൾ കൈകൾ വശങ്ങളോട് ചേർത്തി വെക്കണം. നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യൻ ഏറ്റവും അടുക്കുന്ന സന്ദർഭം സുജൂദാണ്. സുജൂദിൽ 7 അവയവങ്ങൾ നിലത്ത് ചേർത്തി വെക്കൽ നിർബന്ധമാണ്. മൂക്ക് കൂടി ചേർത്തി വെക്കൽ സുന്നത്താണ്. 2 കാൽവിരലുകളുടെ പള്ള, 2 കാൽമുട്ടുകൾ, 2 കൈവെള്ളകൾ, നെറ്റി, ഈ 7 അവയവങ്ങൾ നിലത്ത് ചേർത്തി വെക്കൽ നിർബന്ധമാണ്. അല്ലാത്ത പക്ഷം സുജൂദ് സ്വഹീഹാകുന്നതല്ല. സുജൂദ് ചെയ്യുമ്പോൾ 2 കാൽവിരലുകളുടെ പള്ളഭാഗം നിലത്ത് ചേർത്തി വെക്കൽ നിർബന്ധമാണ്. അല്ലാഹു അക്ബർ. സുജൂദുകൾക്കിടയിൽ ഇരിക്കേണ്ട വിധം ശ്രദ്ധിക്കുക. റബ്ബി ഇഗ്ഫിർ ലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഇങ്ങനെ ഇരിക്കുന്നതിന് ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറയുന്നു. 1-3 റകഅത്തുകളിലെ സുജൂദുകൾക്ക് ശേഷം അടുത്ത റകഅത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പ് അല്പം ഇരിക്കൽ സുന്നത്താണ്. ഇതിന് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്ന് പറയുന്നു. 2 റകഅത്ത് പൂർത്തിയായ ശേഷം തശഹുദ് അത്തഹിയാത്ത് ഓതണം. ആദ്യത്തെ അത്തഹിയാത്തിൽ ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കണം. 2-ലധികം റകഅത്തുള്ള നിസ്കാരമാണെങ്കിൽ തശഹുദും സ്വലാത്തും ചൊല്ലിയാൽ മതി. വഅലാ ആലി സയ്യിദിന മുഹമ്മദ് എന്ന് ചൊല്ലാൻ പാടില്ല. التحيات المباركات الصلوات الطيبات لله. السلام عليك أيها النبي ورحمة الله وبركاته. السلام علينا وعلى عباد الله الصالحين. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. اللهم صل على سيدنا محمد. എല്ലാ തിരുമുൾ കാഴ്ചകളും ബറക്കത്തുകളും നിസ്കാരങ്ങളും മറ്റു സൽക്കർമ്മങ്ങളും എല്ലാം അള്ളാഹുവിനാകുന്നു. നബിയെ, അങ്ങേക്ക് അള്ളാഹുവിൻ്റെ രക്ഷയും കാരുണ്യവും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഞങ്ങൾക്കും അള്ളാഹുവിൻ്റെ സജ്ജനങ്ങളായ അടിമകൾക്കും അവൻ്റെ രക്ഷയുണ്ടാവട്ടെ. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ തിരുദൂതരാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നീ ഗുണം ചെയ്യണമേ. ഇവിടെ ഇല്ലല്ലാ എന്ന് ഉച്ചരിക്കുമ്പോൾ വലത് ചൂണ്ടുവിരൽ ഇങ്ങനെ ഉയർത്തണം. അപ്പോൾ ദൃഷ്ടികൾ വിരലിൽ കേന്ദ്രീകരിക്കുക. തുടർന്ന് കൈ ഉയർത്തി അല്ലാഹു അക്ബർ ചൊല്ലി 3-ാം റകഅത്തിലേക്ക് പ്രവേശിക്കുന്നു. ബാക്കിയുള്ള റകഅത്തുകൾ പൂർത്തീകരിക്കുന്നു. അവസാനമായി അത്തഹിയാത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തും ദുആയും നിർവഹിക്കുന്നു.
അവസാനത്തെ അത്തഹിയാത്തിന് തവറുക്കിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. ഇങ്ങനെ ഇരിക്കുന്നതിനാണ് തവറുക്കിന്റെ ഇരുത്തം എന്ന് പറയുന്നത്. التحيات المباركات الصلوات الطيبات لله السلام عليك أيها النبي ورحمة الله وبركاته السلام علينا وعلى عباد الله الصالحين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل على سيدنا محمد. അത്തഹിയാത്തിനിരിക്കുമ്പോൾ രണ്ട് കൈകളും തുടയിൽ കാൽമുട്ടിനടുത്ത് വെക്കണം. ഇടതുകൈ നിവർത്തി വെക്കുകയും വലതുകൈ പൂട്ടിപ്പിടിക്കുകയും വേണം. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ഗുണം വർഷിച്ചതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ ഗുണം ചെയ്യണമേ. ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്തതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്യണമേ. തീർച്ചയായും നീ സ്തുത്യർഹനും പദവിയുള്ളവനുമാകുന്നു. اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أسرفت وما أنت أعلم به مني إنك أنت المقدم وأنت المؤخر لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. അല്ലാഹുവേ, ഞാൻ നേരത്തെ ചെയ്തതും പിന്നീട് ചെയ്തതും രഹസ്യമായും പരസ്യമായും ചെയ്തതും അമിതമായി ചെയ്തതുമായ പാപങ്ങളെ നീ എനിക്ക് മാപ്പ് നൽകണമേ. അവയെപ്പറ്റി എന്നെക്കാൾ കൂടുതലായി നീ അറിയുന്ന എൻ്റെ ഓരോ പാപത്തിനും നീ മാപ്പ് നൽകണമേ. നീയാണ് മുന്തിക്കുന്നവൻ, നീയാണ് പിന്തിക്കുന്നവൻ, നീയല്ലാതെ ഇലാഹില്ല. അല്ലാഹുവേ, ഖബർ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. നരകശിക്ഷയിൽ നിന്നും ജീവിത മരണത്തിൻ്റെ ഫിത്നകളിൽ നിന്നും മസീഹുദ്ദജാലിൻ്റെ ഫിത്നകളിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു. ഇപ്രകാരമാണ് സലാം വീട്ടേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. തുടർന്ന് ദിക്റുകൾ ചൊല്ലി പ്രാർത്ഥിക്കണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നിവ ഓരോന്നും 33 പ്രാവശ്യം ചൊല്ലേണ്ടതാണ്. مسلمين وألحقنا بالصالحين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. നിസ്കാരത്തിന്റെ ഫർളുകൾ: 1 നിയ്യത്ത്, 2 തക്ബീറത്തുൽ ഇഹ്റാം, 3 നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കൽ, 4 ഫാത്തിഹ ഓതൽ, 5 റുകൂഅ്, 6 ഇഅ്തിദാൽ, 7 സുജൂദ്, 8 സുജൂദുകൾക്കിടയിൽ ഇരിക്കൽ, 9 നിസ്കാരത്തിന്റെ ഓരോ ഘട്ടത്തിലും നിശ്ചലമായി അനങ്ങാതെ നിൽക്കൽ, 10 അവസാനത്തെ അത്തഹിയാത്ത്, 11 അവസാനത്തെ അത്തഹിയാത്തിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ, 12 സ്വലാത്തിനും അവസാനത്തെ അത്തഹിയാത്തിനും വേണ്ടി ഇരിക്കൽ, 13 ആദ്യത്തെ സലാം വീട്ടൽ, 14 ഈ ക്രമം പാലിച്ചുകൊണ്ട് ചെയ്യൽ. അബ്ഹാദ് സുന്നത്തുകൾ:
ആദ്യത്തെ അത്തഹിയാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ, സ്വലാത്തിനു വേണ്ടിയും അത്തഹിയാത്തിനു വേണ്ടിയും ഇരിക്കൽ, അവസാനത്തെ അത്തഹിയാത്തിനും സ്വലാത്തിനും ശേഷം നബി കുടുംബത്തിന് സ്വലാത്ത് ചൊല്ലൽ, ഖുനൂത്ത് ഓതൽ, ഖുനൂത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്ത് ചൊല്ലൽ, അവയ്ക്കു വേണ്ടി നിൽക്കൽ. ബാക്കിയുള്ള പ്രവർത്തനങ്ങളും ദിക്റുകളും സുന്നത്തുകളാണ്. സുബ്ഹ് നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതൽ സുന്നത്താണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ് നിസ്കാരത്തിലെ 2-ാം റക്അത്തിലെ റുകൂഇൽ നിന്നും തല ഉയർത്തിയാൽ 2 കൈ ഉയർത്തി ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഖുനൂത്ത് ഇപ്രകാരം ശ്രവിക്കാം. اللهم اهدنا فيمن هديت وعافنا فيمن عافيت وتولنا فيمن توليت وبارك لنا فيما أعطيت وقنا شر ما قضيت فإنك تقضي ولا يقضى عليك وإنه لا يذل من واليت ولا يعز من عاديت تباركت ربنا وتعاليت فلك الحمد على ما قضيت نستغفرك ونتوب إليك وصلى الله على خير خلقه سيدنا محمد النبي الأمي وآله وصحبه وسلم رب اغفر وارحم وأنت خير الراحمين. നിസ്കാരത്തിൽ വല്ല പിഴവുകളും സംഭവിച്ചാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യണം. സലാം വീട്ടുന്നതിൻ്റെ തൊട്ടു മുമ്പാണ് അത് ചെയ്യേണ്ടത്. അബ്ആദ് സുന്നത്തിനെ ഉപേക്ഷിക്കൽ, നിസ്കാരം നിഷ്ഫലമാക്കുന്ന വല്ല പ്രവർത്തനങ്ങളും സംഭവിക്കൽ, റക്അത്തോ സുജൂദോ മറ്റോ അധികമായി എന്ന് സംശയിക്കൽ എന്നിവ സഹ്വിന്റെ സുജൂദിന്റെ കാരണങ്ങളിൽ ചിലതാണ്. നിസ്കാരത്തെ മുറിക്കാൻ കരുതുക, മുറിക്കണമോ എന്ന് സംശയിക്കുക, തലചൊറിയൽ തുടങ്ങിയ പ്രവൃത്തികൾ തുടർച്ചയായി 3 പ്രാവശ്യം അനങ്ങുന്ന വിധത്തിൽ ചെയ്യുക, ഫർളിനെ സുന്നത്താണെന്ന് കരുതുക, ഷർത്തിന് തകരാറു പറ്റുക, ഫർള് അധികമാവുക, ഫർളിനെ ഉപേക്ഷിക്കുക, വല്ലതും ഭക്ഷിക്കുക എന്നിവ നിസ്കാരത്തെ നിഷ്ഫലമാക്കുന്ന പ്രവൃത്തികളിൽ ചിലതാണ്.